ഞായറാഴ്ചയായിട്ട് നല്ല ബീഫ് വാങ്ങിക്കാൻ പോയത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്കും ബീഫൊക്കെ ഏകദേശം തീർന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ബീഫില്ല, പകരം വെട്ടിക്കൂട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് പട്ടിക്ക് കൊടുക്കണതാണെന്ന് വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഇതൊന്ന് കൊണ്ടുപോക്കോ, പൈസ ഒന്നും തരണ്ടെന്ന് പറഞ്ഞു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ സാധനം വാങ്ങിച്ച് വീട്ടിൽ വന്ന് ഇതിൽ ഇറച്ചി ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളും ഉണ്ട് കേട്ടോ. മറ്റതിൻ്റെ ഈ പതിര്, അതേപോലെ എല്ലിൻ്റെ ചില കഷ്ണങ്ങൾ, ഇറച്ചി ഒഴിച്ച എല്ലാ ഭാഗങ്ങളും ഉണ്ട് ഇതിൽ. പിന്നെ വാലിൻ്റെ ചിലയൊക്കെ പീസുകൾ കിട്ടും. അപ്പോൾ ഇത് വരട്ടി കഴിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതേപോലെ വാങ്ങിച്ച് ഇതേപോലെ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഞാൻ കുക്ക് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആടിനും പശുവിൻ്റെയൊക്കെ തോലൊഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ ഭക്ഷ്യയോഗ്യമായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനത്തെ ഇറച്ചിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകും, അതിൻ്റെ അത്യാവശ്യം നെയ്കളൊക്കെ ഒന്ന് പോയി കിട്ടേ. അത് ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. പൊടികൾ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മസാല, ഇതൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കണല്ലോ. അപ്പോൾ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേപ്പിലയൊക്കെ ഒന്ന് ക്രിസ്പി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല സ്മെല്ലൊക്കെ വരും. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അത് മസ്റ്റാണ്. ഈ കുരുമുളക് കുറച്ചും കൂടി ചതച്ചിടുന്നത് നല്ലതാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടി ഉണ്ടെങ്കിൽ നല്ല ഫ്ലേവറായിരിക്കും ഇത് വരട്ടി അങ്ങോട്ട് വരുമ്പോഴേ. വെള്ളം നന്നായി ഒഴിക്കുന്നത് നല്ലത്. അപ്പോൾ ശരിക്കും നല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല, അത് വറ്റി വരണ ഉടയില്ല എന്തായാലും. നോർമലി നമ്മൾ ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീടിൻ്റെ പുറത്തൊരു അടുപ്പൊക്കെ കുഴിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ശരിക്കും അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട. പിന്നെ ഈ പുറത്താകുമ്പോൾ നന്നായിട്ട് വിറകൊക്കെ വെക്കുമ്പോൾ നല്ല തളതളയ്ക്കും. ആ മസാലയും അതിലത്തെ വെള്ളമൊക്കെ കൂടി നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതിലേക്ക് നമുക്ക് ഈ മീറ്റാണ്ട് ചേർക്കാം. ആ മീറ്റ് ചേർത്ത് ഏകദേശം ഞങ്ങൾ കുക്ക് ചെയ്തത് 2.5 മണിക്കൂറൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിൻ്റെ നല്ല റോസ്റ്റ് പരുവത്തിലേക്ക് വരും. അപ്പോൾ കംപ്ലീറ്റ് ആ മീറ്റിലത്തെ എസൻസൊക്കെ ചാറിൽ പിടിച്ചിട്ടുണ്ടാവും. ഏതിറച്ചിയായാലും നന്നായിട്ട് വേവുമ്പോൾ തന്നെ അതിൻ്റെ ശരിക്കുള്ള നല്ല ടേസ്റ്റ് അറിയാം. എനിക്കിഷ്ടമല്ല ഈ മറ്റേ റബ്ബർ പോലെ ഇരിക്കുന്ന ടേസ്റ്റ് എനിക്കിഷ്ടമല്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഞാനിത്രം ഒരുവിധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ ചെയ്യും. മറ്റേ ഏതെങ്കിലും ഒരു പാർട്സൊക്കെ പ്രത്യേകം കിട്ടുകയാണെങ്കിലേ വാല്, തല, അതേപോലെ കാല്. ഒരു ദിവസം ഇതേപോലെ വയനാടൻ പോത്തുംകാലൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം. ഞാൻ ഒരിക്കൽ ചെയ്ത് കൊള്ളായി പോയി, ആകെ വെന്തുടഞ്ഞ് അതിൽ നിന്ന് മജ്ജയും ഇതൊന്നും കിട്ടാത്ത പരിവായി പോയി അത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു ദിവസം കൂടി നല്ല ഇതിൽ ചെയ്യണമെന്ന്. ഇതിപ്പോൾ നല്ല തിളയ്ക്കണത് കേട്ടോ. 2.5 മണിക്കൂർ ഇങ്ങനെ കിടന്ന് വേവുമ്പോൾ ശരിക്കും അതിൻ്റെ കംപ്ലീറ്റ് എസൻസും ഇതൊക്കെ ഇറങ്ങി അടിപൊളി ടേസ്റ്റിലാണ് വരെ. പിന്നെ ഈ വിറകടുപ്പാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളതിൻ്റെ അടുത്തുനിന്ന് മാറാൻ പാടില്ല. കാരണം എപ്പോഴാണിത് ഡ്രൈ ആവുമെന്ന് പറയാൻ പറ്റില്ലേ. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു പ്രത്യേകം കണ്ണ് വേണം. എൻ്റെ കണ്ണൊന്ന് കുറച്ച് നേരം അവിടെ നിന്ന് തെറ്റി ചെറുതായിട്ട് നടി പിടിച്ചു. കണ്ട നല്ല തിളയ്ക്കണത്. ഞാൻ ആ നേരത്തെ ഒരു കോള് വന്ന് പെട്ടെന്നൊന്നും മാറിയതാണ്. വൈഫാണെങ്കിൽ അകത്തേക്കും പോയി, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് അടിയെ പിടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ആ മുകളിൽ നിന്നൊക്കെ എടുത്ത് അത്യാവശ്യം നല്ല ടേസ്റ്റിലേക്ക് കണ്ട കാണുമ്പോൾ തന്നെ അറിഞ്ഞു കേട്ടോ അതിൻ്റെ ഒരു ഇത് ഒക്കെ. പിന്നെ കഴിക്കാൻ പറ്റുന്ന ഭാഗങ്ങളായിരുന്നു കേട്ടോ, നല്ല വെന്ത കാരണേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെട്ടിക്കൂട്ടാന്ന് പറഞ്ഞിട്ട് പട്ടിക്ക് കൊടുക്കാമെന്നാണെന്ന് വിചാരിച്ച് നിങ്ങൾ കഴിക്കാണ്ടിരിക്കരുത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ നിങ്ങൾക്ക് ബൈ ബൈ.